നമ്മൾ ഇതുവരെ ആഗ്രഹങ്ങളെ ആവാഹിക്കുന്നതിനെക്കുറിച്ച് സംസാരിച്ചു. നമുക്കുള്ളിലെ ആ ഊർജത്തെ എങ്ങനെ വിജയമാക്കി മാറ്റാമെന്ന് നമുക്ക് നോക്കാം. കർമ്മം എന്നത് കഠിനാധ്വാനമല്ല, മറിച്ച് പ്രപഞ്ചത്തിന് നമ്മൾ നൽകുന്ന ഒരു ഉറപ്പാണ്. നമ്മൾ വിതച്ച ചിന്തകളുടെ വിത്തിനെ നനയ്ക്കുന്ന വെള്ളമാണ് നമ്മുടെ കർമ്മം. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും നമ്മൾ ശാരീരികമായി ചെയ്യുന്ന ഒരു പ്രാർത്ഥനയാണ്. ഓഷോ പറയുന്നത് പോലെ നമ്മളൊരു നർത്തകനാകുമ്പോൾ നൃത്തം താനെ സംഭവിക്കുന്നു. കല്ലിനുള്ളിലെ രൂപത്തെ തിരിച്ചറിഞ്ഞ ആ ശില്പിയെ പോലെ നമ്മുടെ ഉള്ളിലെ ദർശനത്തിനൊപ്പം നമ്മുടെ കൈകളെ നമുക്ക് ചലിപ്പിക്കാം. വഴിയിലെ തടസ്സങ്ങളെ പേടിക്കാതെ, ഇരുട്ടിലെ കയറിനെ പാമ്പായി കാണാതെ, ബോധത്തിന്റെ വെളിച്ചത്തിൽ നമുക്ക് ധീരമായി മുന്നോട്ട് നീങ്ങാം. അഷ്ടവക്രൻ പഠിപ്പിച്ചത് ഫലത്തിൽ പറ്റിപ്പിടിക്കാതെ പ്രവർത്തിക്കാനാണ്. ഒരു വില്ലാളി പക്ഷിയുടെ കണ്ണിൽ മാത്രം ശ്രദ്ധിക്കുന്നത് പോലെ നമ്മുടെ ഏകാഗ്രതയെ നമുക്ക് കേന്ദ്രീകരിക്കാം. നദിയുടെ ഒഴുക്കിനൊപ്പം നീങ്ങുന്ന വഞ്ചിയെ പോലെ പ്രപഞ്ചത്തിന്റെ താളത്തിനൊപ്പം നമുക്ക് ചലിക്കാം. നമ്മളല്ല ഇത് ചെയ്യുന്നത്, മറിച്ച് പ്രപഞ്ചം നമ്മളിലൂടെ ചെയ്യുകയാണെന്ന തിരിച്ചറിവ് നമ്മുടെ കർമ്മത്തെ ഒരു ആഘോഷമാക്കി മാറ്റും. പ്രിയമുള്ളവരെ, നമസ്കാരം. നിങ്ങൾക്കുള്ളിലെ കർമ്മ ചൈതന്യത്തെ ഞാൻ വന്ദിക്കുകയാണ്. ലോ ഓഫ് അട്രാക്ഷനിൽ പലരും ചോദിക്കാറുള്ള ഒരു സംശയമുണ്ട്. നമ്മൾ വിഷ്വലൈസ് ചെയ്താൽ മാത്രം പോരെ, നമ്മൾ എന്തിനാണ് ജോലി ചെയ്യുന്നതെന്ന്. നമ്മൾ തിരിച്ചറിയേണ്ട സത്യമെന്നത് ഈ പ്രപഞ്ചം ചലനാത്മകമാണെന്നാണ്. ഒന്നും ഇവിടെ നിശ്ചലമല്ല. നമ്മുടെ ചിന്തകൾ എന്നതൊരു വിത്താണെങ്കിൽ കർമ്മം എന്നത് ആ വിത്തിനെ നനയ്ക്കുന്ന വെള്ളമാണ്. കർമ്മം എന്നത് പ്രപഞ്ചത്തിന് നമ്മൾ നൽകുന്ന ഒരു ഉറപ്പാണ്. പ്രപഞ്ചമേ, നീ എനിക്ക് നൽകാൻ പോകുന്ന ഐശ്വര്യത്തെ ഏറ്റുവാങ്ങാൻ ഞാൻ എൻ്റെ ഭാഗത്തു നിന്നുള്ള ചലനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു എന്ന ഉറപ്പ്. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും യഥാർത്ഥത്തിൽ ഒരു ശാരീരിക പ്രാർത്ഥനയാണ്. പണ്ട് ഗ്രീസിൽ ജീവിച്ചിരുന്ന വിഖ്യാതനായ ഒരു ശില്പിയെ കുറിച്ചൊരു കഥയുണ്ട്. അദ്ദേഹം ഒരു കല്ലിൽ ശില്പം കൊത്തുമ്പോൾ ആ കല്ലിനോട് അദ്ദേഹം സംസാരിക്കുമായിരുന്നു. ഒരിക്കൽ ഒരാൾ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് വെറുതെ ഈ കല്ലിനോട് സംസാരിക്കുന്നത്? നിങ്ങൾ ഉളിയും ചുറ്റികയും ഉപയോഗിച്ച് പണിയെടുത്താൽ പോരെ? ശില്പി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ വെറുതെ പണിയെടുക്കുകയല്ല. ഈ കല്ലിനുള്ളിൽ മനോഹരമായ ഒരു രൂപം ഉറങ്ങിക്കിടക്കുന്നുണ്ടെന്ന് എനിക്ക് ബോധ്യമുണ്ട്. ഞാൻ പണിയെടുക്കുന്നത് ആ രൂപത്തെ പുറത്തെടുക്കുവാനല്ല, മറിച്ച് ആ രൂപം എന്നോട് പുറത്തേക്ക് വരാൻ ആവശ്യപ്പെടുന്ന ആ താളത്തിനൊപ്പം എൻ്റെ കൈകളെ ചലിപ്പിക്കാനാണ്. എനിക്കുള്ളിലെ ദർശനവും എൻ്റെ കൈകളിലെ ഉളിയും ഒന്നായി മാറുമ്പോഴാണ് ഇവിടെ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ പണിയെടുക്കേണ്ടത് ആ ശില്പിയെ പോലെയാണ്. ലോ ഓഫ് അട്രാക്ഷനിൽ ഇതിനെയാണ് ഇൻസ്പയർഡ് ആക്ഷൻ എന്ന് വിളിക്കുന്നത്. നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിക്കുകയല്ല വേണ്ടത്, മറിച്ച് നമ്മൾ കണ്ട സ്വപ്നത്തിലേക്ക് പ്രപഞ്ചം കാണിച്ചു തരുന്ന വഴികളിലൂടെ സന്തോഷത്തോടെ നടക്കുകയാണ് വേണ്ടത്. ഓഷോ പറയുമായിരുന്നു, നീ ഒരു നർത്തകനാകുമ്പോൾ നൃത്തം താനെ സംഭവിക്കുന്നുവെന്ന്. നമ്മൾ നമ്മുടെ ലക്ഷ്യവുമായി വൈബ്രേഷൻ ട്യൂണിങ്ങിൽ ഇരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എപ്പോൾ ചെയ്യണമെന്ന കൃത്യമായ സൂചനകൾ പ്രപഞ്ചം നമുക്ക് നൽകും. ആ നിമിഷം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് ഭാരമുണ്ടാകില്ല, അവ ഒരു ആഘോഷമായി മാറും. നമ്മുടെ കർമ്മം പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയുമായി ലയിച്ചു ചേരുന്ന നിമിഷമാണത്. അഷ്ടവക്രൻ പറഞ്ഞത്, നീ കർമ്മഫലത്തിൽ പറ്റിപ്പിടിക്കാതെ പ്രവർത്തിക്കുക എന്നാണ്. നമ്മൾ ഫലത്തെക്കുറിച്ച് ആകുലപ്പെടുമ്പോൾ നമ്മുടെ കർമ്മം മന്ദഗതിയിലാകുകയാണ്. എന്നാൽ നമ്മൾ ആ നിമിഷത്തിൽ പൂർണ്ണമായും ലയിച്ച് പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ പ്രവൃത്തികൾക്ക് ഒരു കാന്തിക ശക്തി കൈവരും. നമ്മളൊരു വഴിയിലൂടെ നടക്കുമ്പോൾ അത് ലക്ഷ്യത്തിലെത്താൻ വേണ്ടിയല്ല, മറിച്ച് ആ നടത്തം തന്നെ ഒരു ആനന്ദമായതുകൊണ്ടാണ്. ഇതാണ് കൃഷ്ണൻ ഗീതയിൽ പറഞ്ഞ നിഷ്കാമകർമ്മം. നമ്മൾ നമ്മുടെ പൂർണ്ണതയിൽ ഇരുന്നു കൊണ്ട് പ്രവർത്തിക്കുമ്പോൾ നമ്മൾ സൃഷ്ടിക്കുന്ന ഓരോ കാര്യവും പ്രപഞ്ചത്തിൻ്റെ ഒരു മാസ്റ്റർ പീസായി മാറും.
നമ്മുടെ പ്രവർത്തികളിൽ അഹങ്കാരമില്ലാതാകുമ്പോൾ പ്രപഞ്ചം നമ്മളിലൂടെ പ്രവർത്തിക്കാൻ തുടങ്ങും. നമുക്കൊരു ചെറിയ വിഷ്വലൈസേഷൻ ടെക്നിക്ക് പരിചയപ്പെടാം. കണ്ണുകൾ അടച്ചുകൊണ്ട് നമ്മൾ ആഗ്രഹിച്ച ആ വിജയത്തിലേക്ക് സന്തോഷത്തോടെ നമ്മൾ നടന്നു പോകുന്നത് കാണുക. ഓരോ ചുവടിലും പ്രപഞ്ചം നമുക്ക് വഴി കാണിച്ചു തരുന്നുണ്ട്. നമ്മുടെ കൈകൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും പ്രപഞ്ചത്തിന് വേണ്ടിയുള്ളതാണെന്ന് നമുക്ക് ഉറപ്പിക്കാം. ഞാൻ ചലിക്കുകയാണ്, പ്രപഞ്ചം എന്നെ നയിക്കുകയാണെന്ന് മന്ത്രിച്ചു കൊണ്ടിരിക്കുക. നമ്മളൊരു വലിയ ലക്ഷ്യം വിഷ്വലൈസ് ചെയ്യുന്നു, നമ്മുടെ വൈബ്രേഷനെ ട്യൂൺ ചെയ്യുന്നു. എന്നാൽ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ചെറിയ ചോദ്യം ഉയരും. ഇത് പരാജയപ്പെടുമോ? ആളുകൾ എന്ത് പറയും? ഈ ഭയമാണ് നമ്മുടെ കാന്തിക വലയത്തെ തളർത്തുന്നത്. ഭയമുള്ളിടത്ത് ലോ ഓഫ് അട്രാക്ഷൻ പ്രവർത്തിക്കില്ല. കാരണം ഭയം എന്നത് ദാരിദ്ര്യത്തിന്റെ വൈബ്രേഷനാണ്. നമ്മൾ ഭയത്തോടെ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും നമ്മിൽ നിന്ന് പ്രപഞ്ചത്തെ അകറ്റുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഈ പേടികളെ എങ്ങനെ നമുക്ക് മറികടക്കാമെന്ന് നോക്കാം. പുരാതന ഭാരതത്തിലെ ഒരു വിഖ്യാതമായ കഥ നമുക്കിവിടെ ഓർക്കാം. ഒരിക്കലൊരു യാത്രക്കാരൻ കാട്ടിലൂടെ നടക്കുകയായിരുന്നു. പെട്ടെന്ന് വഴിയരികിൽ വലിയൊരു പാമ്പ് കിടക്കുന്നത് അയാൾ കണ്ടു. പേടിച്ചു വിറച്ച അയാൾ നിലവിളിച്ചുകൊണ്ട് ഓടി ഒരു മരത്തിൽ കയറി. അയാൾക്ക് അയാളുടെ ലക്ഷ്യസ്ഥാനത്ത് അന്നേ ദിവസം പോകാൻ കഴിഞ്ഞില്ല. രാത്രി മുഴുവൻ പേടിച്ചു വിറച്ച് അയാൾ ആ മരത്തിന് മുകളിലിരുന്നു. നേരം വെളുത്ത് സൂര്യപ്രകാശം വന്നപ്പോൾ അയാൾ താഴേക്ക് ഇറങ്ങി നോക്കി. അവിടെ കണ്ടത് ഒരു പാമ്പിനെയല്ല, മറിച്ച് ആ വഴിയിൽ കിടന്ന ഒരു പഴയ കയറായിരുന്നു. അയാൾ അവിടെ നിന്ന് ചിരിക്കാൻ തുടങ്ങി. രാത്രി മുഴുവൻ തന്നെ തടഞ്ഞു നിർത്തിയത് ആ കയറല്ല, മറിച്ച് തൻ്റെ ഉള്ളിലെ പാമ്പിനെ കുറിച്ചുള്ള തെറ്റായ ധാരണയായിരുന്നുവെന്ന് അയാൾ തിരിച്ചറിഞ്ഞു. നമ്മുടെ ജീവിതത്തിലെ പരാജയഭീതിയും ഈ കയർ പോലെയാണ്. നമ്മൾ ചെയ്യാൻ പോകുന്ന വലിയ കാര്യങ്ങൾ പരാജയപ്പെടുമെന്ന് നമ്മൾ കരുതുന്നത് നമുക്കുള്ളിലെ ഇരുട്ടുകൊണ്ടാണ്. ഓഷോ പറയുമായിരുന്നു, ഭയം എന്നത് വെളിച്ചത്തിന്റെ അഭാവമാണെന്ന്. നമ്മൾ നമ്മുടെ ബോധത്തിന്റെ വെളിച്ചം കൊണ്ടുവരുമ്പോൾ പരാജയം എന്നത് ഒരു പാമ്പല്ല, മറിച്ച് വിജയത്തിലേക്കുള്ള ഒരു ചവിട്ടുപടി മാത്രമാണെന്ന് നമ്മൾ തിരിച്ചറിയും. നമ്മൾ ഭയമില്ലാതെ പ്രവർത്തിക്കുമ്പോൾ പ്രപഞ്ചം നമുക്ക് പിന്നിൽ ഒരു വലിയ മല പോലെ ഉറച്ചു നിൽക്കും. നമ്മൾ വീഴില്ല, കാരണം നമ്മൾ പ്രപഞ്ചത്തിന്റെ പ്രവാഹത്തിലാണ്. നമ്മുടെ ഓരോ പരാജയവും പ്രപഞ്ചം നമുക്ക് നൽകുന്ന ഒരു തിരുത്തലാണ്. ആ തിരുത്തലുകളെ സ്നേഹത്തോടെ സ്വീകരിക്കാൻ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അഷ്ടവക്രൻ പറഞ്ഞത് നീ ഭയമില്ലാത്തവനാകൂ എന്നാണ്. നമ്മൾ ആത്മാവാണെങ്കിൽ നമുക്ക് എന്തിനെയാണ് പേടിക്കാനുള്ളത്? ലാഭനഷ്ടങ്ങൾ നമ്മുടെ ശരീരത്തിനും മനസ്സിനുമാണ്, നമ്മുടെ ആന്തരിക ചൈതന്യത്തിനല്ല. ഈ വലിയ സത്യം നമ്മൾ തിരിച്ചറിയുമ്പോൾ നമ്മുടെ കർമ്മങ്ങൾക്കൊരു അത്ഭുത ശക്തി കൈവരും. നമ്മൾ ഈ ലോകത്തിന് വേണ്ടിയല്ല പ്രവർത്തിക്കുന്നത്, മറിച്ച് നമുക്കുള്ളിലെ ചൈതന്യത്തിന്റെ ആനന്ദത്തിന് വേണ്ടിയാണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയും. അവിടെ പരാജയമില്ല, അവിടെ വിജയമില്ല, അവിടെ ആഘോഷം മാത്രമേ ഉള്ളൂ. നമ്മൾ നമ്മുടെ ഭയത്തെ ഉപേക്ഷിക്കുമ്പോൾ നമ്മൾ പ്രപഞ്ചത്തിന്റെ വിരലുകളിൽ തൂങ്ങി നടക്കാൻ പഠിക്കുകയാണ്. ആ നടത്തത്തിൽ നമുക്ക് ഒരിക്കലും വഴിതെറ്റില്ല. ശരി, നമുക്കൊരു ചെറിയ ധൈര്യ ധ്യാനത്തെ പരിചയപ്പെടാം. കണ്ണുകൾ അടച്ചുകൊണ്ട് നമുക്കുള്ളിലെ എല്ലാ ഭയങ്ങളും സൂര്യപ്രകാശത്താൽ മഞ്ഞൊരുകുന്നത് പോലെ അലിഞ്ഞു പോകുന്നതായി സങ്കല്പിക്കണം. നമ്മുടെ ഹൃദയത്തിൽ ഒരു സിംഹത്തിന്റെ ഗാംഭീര്യം നിറയുന്നത് അനുഭവിക്കുക. ഞാൻ ധീരനാണ്, പ്രപഞ്ചം എൻ്റെ കൂടെയുണ്ട് എന്ന് നമുക്ക് ഉറക്കെ മന്ത്രിച്ചുകൊണ്ടിരിക്കണം. ഞാൻ ധീരനാണ്, പ്രപഞ്ചം എൻ്റെ. നമ്മൾ കർമ്മം ചെയ്യാൻ തയ്യാറായി നിൽക്കുമ്പോൾ പ്രപഞ്ചം നമ്മളെ ഒറ്റയ്ക്കല്ല വിടുന്നത്. നമ്മൾ എങ്ങോട്ടാണ് പോകേണ്ടത്, എപ്പോൾ തിരിയണം എന്നതിനെക്കുറിച്ച് പ്രപഞ്ചം നമുക്ക് നിരന്തരം സൂചനകൾ നൽകിക്കൊണ്ടിരിക്കും. എന്നാൽ പലപ്പോഴും നമ്മുടെ ആന്തരികമായ ബഹളങ്ങൾ കാരണം ഈ സൂചനകൾ കാണാൻ നമുക്ക് കഴിയാറില്ല. പ്രപഞ്ചത്തിന് വാക്കുകളില്ല, അത് സാഹചര്യങ്ങളിലൂടെയും യാദൃശ്ചികതകളിലൂടെയുമാണ് നമ്മളോട് സംസാരിക്കുന്നത്. നമ്മുടെ കണ്ണുകളും കാതുകളും ഹൃദയവും തുറന്നിരിക്കുകയാണെങ്കിൽ ഓരോ ചുവടിലും നമുക്ക് പ്രപഞ്ചത്തിന്റെ കയ്യൊപ്പ് കാണാൻ കഴിയും. വിദൂരമായ ഒരു മലമുകളിലെ ആശ്രമം തേടിപ്പോയ ഒരു യുവാവിനെ കുറിച്ചൊരു കഥയുണ്ട്.
വഴിയിലുടനീളം അടയാളങ്ങൾ ഉണ്ടാകുമെന്ന് ഗുരു അവനോട് പറഞ്ഞിരുന്നു. അവനൊരു കവലയിലെത്തിയപ്പോൾ ഏത് വഴിയിലൂടെ പോകണമെന്നറിയില്ലായിരുന്നു. അപ്പോൾ ഒരു വെള്ളരിപ്രാവ് വലതുവശത്തെ മരത്തിൽ വന്നിരുന്ന് കരയാൻ തുടങ്ങി. അവൻ ആ വഴി തിരഞ്ഞെടുത്തു. പിന്നീട് വല്ലാത്തൊരു ദാഹം തോന്നിയപ്പോൾ അവൻ എവിടെ വെള്ളം തിരയണമെന്ന് ആകുലപ്പെട്ട നിമിഷം ഒരു ചെറിയ കാറ്റ് വീശി. ആ കാറ്റിൽ ദൂരെ നിന്ന് നനഞ്ഞ മണ്ണിന്റെ മണം വന്നു. അവൻ ആ മണത്തെ പിന്തുടർന്ന് ഒരു നീരുറവ് കണ്ടെത്തി. ഓരോ ഘട്ടത്തിലും അവൻ പ്രകൃതിയുടെ നേർത്ത ചലനങ്ങളെ ശ്രദ്ധിച്ചപ്പോൾ വഴിതെറ്റാതെ അവൻ തന്റെ ലക്ഷ്യസ്ഥാനത്തെത്തിച്ചേർന്നു. സ്നേഹമുള്ളവരെ, ആ യാത്രികനെ പോലെ നമ്മളും പ്രപഞ്ചത്തിന്റെ ഈ നേർത്ത സൂചനകളെ ശ്രദ്ധിക്കാൻ പഠിച്ചിരിക്കണം. നമ്മളൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പെട്ടെന്നൊരാൾ വിളിക്കുന്നതോ ഒരു പുസ്തകത്തിൽ നമുക്ക് ആവശ്യമായ വരികൾ കാണുന്നതോ യാദൃശികമല്ല. ഓഷോ പറയുമായിരുന്നു, പ്രപഞ്ചം നിങ്ങളോട് സംസാരിക്കാൻ വെമ്പുകയാണ്, നിങ്ങൾ മൗനമായിരിക്കാൻ തയ്യാറാണോ എന്ന്. നമ്മൾ അമിതമായി ആകുലപ്പെടാതെ ശാന്തമായിരിക്കുമ്പോൾ ഈ സൂചനകൾ നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും. നമ്മുടെ കർമ്മം എപ്പോൾ വേഗത്തിലാക്കണം, എപ്പോൾ അല്പം കാത്തിരിക്കണമെന്ന് പ്രപഞ്ചം നമുക്ക് പറഞ്ഞു തരും. ഈ സൂചനകളെ വിശ്വസിക്കുന്നത് നമ്മുടെ വിജയത്തിന്റെ വേഗത വർദ്ധിപ്പിക്കും. അഷ്ടവക്രൻ പറഞ്ഞത് നീ സ്വാഭാവികനായിരിക്കണമെന്നാണ്. സ്വാഭാവികമായി ഇരിക്കുന്ന ഒരു മനസ്സിലേക്ക് സത്യം താനെ വെളിപ്പെടും. നമ്മൾ നമ്മുടെ യുക്തി കൊണ്ട് എല്ലാത്തിനെയും വിശകലനം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ പ്രപഞ്ചത്തിന്റെ സൂചനകളെ തള്ളിക്കളയുകയാണ്. എന്നാൽ നമ്മൾ നമ്മുടെ സഹജബോധത്തെ വിശ്വസിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യവും നമുക്കുള്ളിൽ നിന്ന് തന്നെ വ്യക്തമാകും. അന്തർവാണി എന്ന് നമ്മൾ വിളിക്കുന്ന ആ ശബ്ദം പ്രപഞ്ചം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ വഴികാട്ടിയാണ്. നമ്മൾ നമ്മുടെ ബോധത്തെ ഉണർത്തുമ്പോൾ നമ്മൾ ഓരോരുത്തരും ഈ പ്രപഞ്ചവുമായി വിടവില്ലാതെ ബന്ധിപ്പിക്കപ്പെടുകയാണ്. അവിടെ വഴിതെറ്റലുകളില്ല, അവിടെ വെളിച്ചം മാത്രമേ ഉള്ളൂ. ഒരു ജാഗ്രത ധ്യാനത്തെ നമുക്ക് പരിചയപ്പെടാം. കണ്ണുകൾ അടച്ചുകൊണ്ട് നമുക്ക് ചുറ്റുമുള്ള ശബ്ദങ്ങളെയും സ്പന്ദനങ്ങളെയും ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കാം. പ്രപഞ്ചം നമ്മളോട് എന്തോ ഇപ്പോൾ തന്നെ നമ്മോട് പറയാൻ ശ്രമിക്കുന്നുണ്ട്. ആ സ്പന്ദനങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങാം. ഞാൻ കാണുന്നു, ഞാൻ കേൾക്കുന്നു, ഞാൻ പ്രപഞ്ചത്തെ വിശ്വസിക്കുന്നു എന്ന് നമുക്ക് മന്ത്രിച്ചുകൊണ്ടിരിക്കാം. നമ്മൾ പലപ്പോഴും കർമ്മം ചെയ്യാൻ തയ്യാറെടുക്കുമ്പോൾ നമ്മുടെ ഊർജം പല വഴിക്കായി ചിതറിപ്പോകാറുണ്ട്. ഒരേ സമയം പല കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ കാന്തിക വലയം ദുർബലമാകും. ഒരു ഭൂതക്കണ്ണാടിയിലൂടെ സൂര്യപ്രകാശത്തെ ഒരു ബിന്ദുവിലേക്ക് കേന്ദ്രീകരിക്കുമ്പോൾ മാത്രമാണ് അവിടെ അഗ്നി ജനിക്കുന്നത്. അതുപോലെ നമ്മുടെ ബോധത്തെയും കർമ്മത്തെയും നമ്മളൊരു ലക്ഷ്യത്തിലേക്ക് കേന്ദ്രീകരിക്കുമ്പോൾ അവിടെ അസാധ്യമായ പല കാര്യങ്ങളും യാഥാർത്ഥ്യമായി മാറും. നമ്മുടെ ഈ ഏകാഗ്രതയാണ് ലോ ഓഫ് അട്രാക്ഷനിലെ ഏറ്റവും വലിയ രാസപ്രവർത്തനം. നമ്മുടെ ഇതിഹാസങ്ങളിലെ ആ പഴയ വില്ലാളിയുടെ കഥ നമുക്കിവിടെ പുതിയൊരു അർത്ഥത്തിൽ ചിന്തിക്കാം. ഗുരു ശിഷ്യന്മാരോട് മരക്കൊമ്പിലിരിക്കുന്ന പക്ഷിയെ ലക്ഷ്യം വെക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ഓരോരുത്തരും മരത്തെയും കൊമ്പിനെയും ആകാശത്തെയും എല്ലാം കണ്ടു. എന്നാൽ ഒരാൾ മാത്രം പറഞ്ഞു, എനിക്ക് പക്ഷിയുടെ കണ്ണ് മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂവെന്ന്. അദ്ദേഹം ആ ലക്ഷ്യത്തിലേക്ക് അമ്പെയ്തപ്പോൾ അത് കൃത്യമായി അവിടെ തന്നെ കൊണ്ടു. അദ്ദേഹം പക്ഷിയെ കൊല്ലുകയല്ലായിരുന്നു, മറിച്ച് തൻ്റെ മുഴുവൻ പ്രപഞ്ചത്തെയും ആ ഒരൊറ്റ ബിന്ദുവിലേക്ക് ചുരുക്കുകയായിരുന്നു. ബാക്കിയെല്ലാം അദ്ദേഹത്തിന് അവിടെ അദൃശ്യമായി മാറി. നമ്മൾ ആ വില്ലാളിയെ പോലെയായി മാറണം. നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ നമ്മൾ ആ ജോലി മാത്രമായി മാറണം. ഓഷോ പറയുമായിരുന്നു, നീ വീട് വൃത്തിയാക്കുമ്പോൾ നീ വെറും ഒരു വീട് വൃത്തിയാക്കുന്നവനല്ല, നീ ആ വൃത്തിയാക്കൽ തന്നെയായി മാറണമെന്ന്. ഈ പൂർണ്ണമായ അർപ്പണബോധം നമ്മുടെ വൈബ്രേഷനെ ഏറ്റവും ഉന്നതമായ തലത്തിലെത്തിക്കുകയാണ്. നമ്മൾ എന്തിലാണോ ശ്രദ്ധിക്കുന്നത്, പ്രപഞ്ചം അവിടെ ഊർജം നിറയ്ക്കുകയാണ്. നമുക്ക് നമ്മുടെ പരാതികളിലാണ് ശ്രദ്ധയെങ്കിൽ അവിടെ തടസ്സങ്ങൾ വളരും. എന്നാൽ നമ്മുടെ ലക്ഷ്യത്തിലാണ് ശ്രദ്ധയെങ്കിൽ അവിടെ അവസരങ്ങൾ വളരും. നമ്മൾ നമ്മുടെ ഏകാഗ്രതയെ ഒരു പ്രാർത്ഥനയാക്കി മാറ്റണം. നമ്മൾ ഒന്നിൽ മാത്രം ഉറച്ചു നിൽക്കണം. നമ്മുടെ മനസ്സ് പലതായി വിഭജിക്കപ്പെടുമ്പോഴാണ് നമ്മൾ ദുർബലരാകുന്നത്.
ഞാൻ ഈ പ്രപഞ്ചത്തിൻ്റെ ചൈതന്യമാണ് എന്ന ആ ഒരൊറ്റ ബോധത്തിൽ നിന്നുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ഓരോ ചുവടും ലക്ഷ്യത്തിലേക്കുള്ള ദൂരത്തെ കുറയ്ക്കുകയാണ്. നമ്മൾ നമുക്കുള്ളിലെ ആന്തരിക ശാന്തിയിലിരുന്നു കൊണ്ട് പുറത്തെ ലോകത്ത് ഏകാഗ്രതയോടെ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ കാലത്തിന് മുൻപേ സഞ്ചരിക്കാൻ തുടങ്ങുകയാണ്. നമ്മൾ സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്ന ആ ലോകം നമ്മുടെ ഏകാഗ്രതയുടെ ആഴത്തിനനുസരിച്ച് വേഗത്തിൽ രൂപം കൊള്ളും. നമ്മൾ ഓരോരുത്തരും ആ ജ്ഞാനത്തിൻ്റെ ഉടമകളാണെന്ന് നമുക്ക് വിശ്വസിക്കാം. ഒരു ചെറിയ ഏകാഗ്രത ധ്യാനത്തെ നമുക്ക് മനസ്സിലാക്കാം. കണ്ണുകളടച്ചുകൊണ്ട് നമുക്കുള്ളിൽ ഒരു സുവർണ പ്രകാശ ബിന്ദു ജ്വലിക്കുന്നത് സങ്കല്പിക്കണം. നമ്മുടെ എല്ലാ ചിന്തകളും ആ ബിന്ദുവിലേക്ക് ലയിച്ചു ചേരണം. നമ്മുടെ ലക്ഷ്യം മാത്രം നമുക്ക് മുന്നിൽ തെളിയുകയാണ് അവിടെ. ഞാൻ കേന്ദ്രീകൃതനാണ്. എൻ്റെ ഊർജം ലക്ഷ്യസ്ഥാനത്തേക്ക് പ്രവഹിക്കുകയാണെന്ന് നമുക്ക് മന്ത്രിച്ചു കൊണ്ടിരിക്കാം. ഈ എപ്പിസോഡിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട ഏറ്റവും വലിയ രഹസ്യമെന്നത് യഥാർത്ഥത്തിൽ നമ്മളല്ല ഈ കാര്യങ്ങൾ ചെയ്യുന്നത്, മറിച്ച് പ്രപഞ്ചം നമ്മിലൂടെ ചെയ്യുകയാണ് എന്നതാണ്. ഞാൻ ചെയ്യുന്നു എന്ന അഹങ്കാരം മാറുമ്പോൾ നമ്മുടെ കർമ്മം ഒരു ഭാരമില്ലാതായി മാറുകയാണ്. നമ്മളൊരു പേനയായി മാറുക. പ്രപഞ്ചം ആ പേനയിലൂടെ മനോഹരമായ ഒരു കവിത എഴുതട്ടെ. നമ്മൾ എത്രത്തോളം വിട്ടുകൊടുക്കുന്നുവോ അത്രത്തോളം മനോഹരമായിരിക്കും നമ്മുടെ സൃഷ്ടികൾ. നമ്മൾ കേവലം ഒരു നിമിത്തം മാത്രമാണെന്ന തിരിച്ചറിവ് നമ്മെ എല്ലാ സമ്മർദ്ദങ്ങളിൽ നിന്നും മോചിപ്പിക്കും. ഒരു നദിയിലൂടെ തോണി തുഴഞ്ഞു പോകുന്ന ഒരു യാത്രികനെ നമുക്ക് സങ്കല്പിക്കാം. പുഴയുടെ ഒഴുക്കിന് വിപരീതമായി തുഴയുമ്പോൾ അയാൾക്ക് വലിയ അധ്വാനവും ക്ഷീണവും അനുഭവപ്പെടും. എന്നാൽ നദിയുടെ ഒഴുക്കിനൊപ്പം വഞ്ചി തിരിച്ചുവിടുമ്പോൾ അയാൾക്ക് തുഴയേണ്ടി വരുന്നില്ല. നദി തന്നെ ആ വഞ്ചിയെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കുകയാണ്. യാത്രികൻ അവിടെ ചെയ്യുന്നത് ഒരേ ഒരു കാര്യമാണ്. ഒഴുക്കിന് തടസ്സം നിൽക്കാതെ വഞ്ചിയെ അതിൻ്റെ വഴിക്ക് വിടുകയാണ്. നമ്മുടെ ജീവിതത്തിലെ കർമ്മവും ഇതുപോലെയാണ്. നമ്മൾ പ്രപഞ്ചത്തിൻ്റെ ഒഴുക്കിനൊപ്പം സഞ്ചരിക്കുമ്പോൾ നമ്മുടെ ലക്ഷ്യങ്ങൾ പ്രയത്നമില്ലാതെ തന്നെ സഫലമാകും. ആ യാത്രികനെ പോലെ നമുക്കും ഒഴുക്കിനൊപ്പം സഞ്ചരിക്കാൻ പഠിക്കാം. ഓഷോ നമ്മെ പഠിപ്പിച്ചത് ജീവിതം ഒരു പ്രവൃത്തിയായി കാണരുത്, അതൊരു ആഘോഷമായി കാണണമെന്നാണ്. നമ്മൾ ജോലി ചെയ്യുമ്പോൾ അത് കഷ്ടപ്പാടായി കാണാതെ പ്രപഞ്ചം നമുക്ക് നൽകിയ ഒരവസരമായി കാണുമ്പോൾ നമ്മുടെ വൈബ്രേഷൻ ഏറ്റവും ഉന്നതമായ തലത്തിലെത്തും. നമ്മൾ സന്തോഷത്തോടെ ചെയ്യുന്ന ഓരോ ചുവടും നമ്മളെ സമൃദ്ധിയിലേക്ക് വേഗത്തിലെത്തിക്കും. നമ്മൾ നൽകുന്നത് സ്നേഹവും സന്തോഷവുമാണെങ്കിൽ പ്രപഞ്ചം നമുക്ക് നൽകുന്ന ഫലം അതിലും മഹത്തരമായിരിക്കും. നമ്മുടെ കർമ്മം പ്രപഞ്ചത്തോടുള്ള നമ്മുടെ പ്രണയമായി മാറട്ടെ. അഷ്ടവക്രൻ പറഞ്ഞതുപോലെ, നീ ഒന്നും ചെയ്യുന്നില്ല എന്നറിഞ്ഞാൽ നീ സ്വതന്ത്രനാണ്. നമ്മൾ ഫലത്തിൽ പറ്റിപ്പിടിക്കാതെ നമ്മളെ തന്നെ പ്രപഞ്ചത്തിന് വിട്ടുകൊടുക്കുമ്പോൾ നമ്മൾ ഒരു മാസ്റ്റർ പീസായി മാറുകയാണ്. നമ്മൾ നമ്മുടെ പൂർണ്ണതയിൽ ഇരുന്നു കൊണ്ട് ചലിക്കുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള ലോകം നമുക്ക് അനുകൂലമായി മാറും. പ്രപഞ്ചത്തിന്റെ മഹാകാന്തം നമ്മളിലൂടെ പ്രവർത്തിക്കാൻ തുടങ്ങും. നമ്മൾ സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്ന ആ ലോകം ഇപ്പോൾ തന്നെ നമ്മുടെ കർമ്മങ്ങളിലൂടെ രൂപം കൊള്ളുകയാണ്. നമ്മൾ ഓരോരുത്തരും ആ ദിവ്യബോധത്തിന്റെ ഭാഗമാണെന്ന് നമുക്ക് ഉറച്ചു വിശ്വസിക്കാം. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുകയാണ്. നമ്മൾ കർമ്മത്തെ ഒരു നൃത്തമാക്കി മാറ്റിക്കഴിഞ്ഞു. എന്നാൽ ഈ കർമ്മങ്ങൾക്കിടയിലും നമ്മുടെ ആന്തരികമായ വിശ്വാസം എങ്ങനെ തകരാതെ കാത്തു സൂക്ഷിക്കാം എന്നതാണ് അടുത്ത ഘട്ടം. അടുത്ത എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് സ്ഥിരതയുടെ രഹസ്യമെന്ന വിഷയമാണ്. നമ്മുടെ ആഗ്രഹങ്ങൾ സഫലമാകാൻ വൈകുമ്പോൾ നമ്മൾ എങ്ങനെ തളരാതെ നിൽക്കണമെന്ന് അടുത്ത ഭാഗത്ത് നമ്മൾ പഠിക്കും. നിങ്ങളിലെ ആ അനന്തമായ ചൈതന്യത്തെ ഞാൻ വന്ദിക്കുകയാണ്. സ്നേഹത്തോടെ ദിവ്യബോധം. നന്ദി, നമസ്കാരം.